ഹലോ, അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. ഞങ്ങളിപ്പോൾ മദീനയിലാണുള്ളത്. മദീന പള്ളി 1/2 കിലോമീറ്ററോളം നീളവും വീതിയുള്ള വിശാലമായ പള്ളിയിൽ ഒരൊറ്റ വക്ത് ജമാഅത്തിന് പോലും നിറഞ്ഞൊഴുകാത്ത ദിവസങ്ങളുണ്ടാവില്ല. വളരെയധികം ആളുകൾ, ലക്ഷക്കണക്കിന് ആളുകൾ ഒരേ സമയത്ത് ജമാഅത്തിന് പങ്കെടുക്കുന്ന കാഴ്ച നമുക്ക് മക്കയിലും മദീനയിലൊക്കെ കാണാൻ പറ്റും. ബാങ്ക് കൊടുക്കുന്നതിൻ്റെ മണിക്കൂറുകൾക്ക് മുമ്പ് തന്നെ എല്ലാ റോഡുകളിൽ നിന്നും ജനങ്ങളുടെ ഒഴുക്കായിരിക്കും മദീന പള്ളിയിലേക്ക്. മക്കയിലും അങ്ങനെ തന്നെയാണ് ഉണ്ടാകാറുള്ളത്. ഇപ്പോൾ ഈ വീഡിയോയിൽ കാണുന്ന ഭാഗം പള്ളിയുടെ പുറത്ത് മുസല്ല വിരിച്ചിട്ടുള്ള നിസ്കരിക്കാൻ പ്രത്യേകം സജ്ജമാക്കിയ സ്ഥലമാണ്. അവിടെ അടക്കം ആളുകൾ നിറഞ്ഞ് കവിഞ്ഞ് റോട്ടിലും മറ്റുമൊക്കെ ജമാഅത്തിൽ പങ്കെടുക്കുന്ന കാഴ്ച നമുക്കിവിടെ കാണാൻ പറ്റും. ഇത് മദീന പള്ളിയുടെ അല്ലെങ്കിൽ മക്കയിലെയും മദീനയിലെയും മാത്രം പ്രത്യേകതയായിരിക്കാം. ഒരുപാട് രാജ്യങ്ങളിൽ നിന്നുള്ള ആളുകളെ നമുക്കിവിടെ കാണാനാകും. പല ഭാഷക്കാരും ദേശക്കാരും പല തരത്തിലുള്ള നിസ്കാരക്കാരെയും നമുക്കിവിടെ കാണാം. ഇവിടെ ഇമാമിൻ്റെ മുമ്പിൽ സൊഫ് കെട്ടി നിസ്കരിക്കുന്ന കാഴ്ചയും നമുക്കിവിടെ കാണാൻ പറ്റും. പല മദ്ഹബുകളിലും പല തരത്തിലുള്ള നിയമങ്ങളായിരിക്കാം. പക്ഷേ നമ്മുടെ ഷാഫി മദ്ഹബ് പ്രകാരം ഒരിക്കലും ഇമാമിൻ്റെ മുമ്പിൽ സൊഫ് കെട്ടിയാൽ ജമാഅത്ത് ശരിയാകാത്തത് കൊണ്ട് തന്നെ ആ നിസ്കാരവും ബാത്തിലായിരിക്കും. ബാബുസലാം എന്ന് പറയുന്ന നബിതങ്ങളെ ഹദറത്തിലേക്ക് സലാം പറയാൻ പോകുന്ന വാതിലാണ് ഈ കാണുന്നത്. ഈ ഭാഗത്താണ് ഇമാമ് നിൽക്കാറുള്ളത്. അതിന് നേരെയാണ് ഇവിടെ അടയാളപ്പെടുത്തിയിട്ടുണ്ടാവുക. നിസ്കാരം കഴിഞ്ഞാൽ ഒരു അരമണിക്കൂർ അല്ലെങ്കിൽ അതിൽ കൂടുതൽ സമയവും ഒരു വലിയ ജനത്തിൻ്റെ ഒരു ഒഴുക്ക് തന്നെ നമുക്കവിടെ കാണാൻ പറ്റും. മക്കയിലും മദീനയിലും വന്ന ആളുകൾക്ക് ഈ കാഴ്ചകളൊന്നും വലിയ പുതുമ ഉണ്ടാകാറില്ലെങ്കിലും ഇവിടെ വരാൻ ഇതുവരെ അവസരം ലഭിക്കാത്ത ആളുകൾക്ക് ഒരുപക്ഷെ ഈ ഒരു കാഴ്ച ആദ്യമായിട്ടായിരിക്കാം കാണുന്നത്. ഇന്ന് യൂട്യൂബും ഫേസ്ബുക്കും അതുപോലെ മറ്റു സോഷ്യൽ മീഡിയകളൊക്കെ വളരെ സജീവമായതുകൊണ്ട് ചിലപ്പോൾ നേരിട്ട് പോകാതെ തന്നെ പല വീഡിയോയിലും നിങ്ങൾ ഇത്തരം കാഴ്ചകൾ കണ്ടിട്ടുണ്ടാകാൻ സാധ്യതയുണ്ട്. ആ കൂട്ടത്തിൽ ഈ ഇമാമിൻ്റെ മുമ്പിൽ സൊഫ് കെട്ടി നിസ്കരിക്കുന്ന ഈ ഒരു കാര്യം നിങ്ങളെ ഉണർത്താൻ കൂടി വേണ്ടിയിട്ടാണ് ഇത്തരത്തിലൊരു വീഡിയോ ഞാൻ ഇപ്പോൾ റെക്കോർഡ് ചെയ്യാൻ ശ്രമിച്ചത്. അപ്പോൾ അതുകൊണ്ട് നമ്മുടെ അറിവിൽ ഒരാളും അത്തരം രൂപത്തിലുള്ളൊരു നിസ്കാരത്തിൽ പെടാതിരിക്കാൻ നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കുക. ഉംറയ്ക്ക് പോകുന്ന, ഹജ്ജിന് പോകുന്ന ആളുകൾക്ക് ആ സന്ദേശം നിങ്ങൾ കൈമാറുക. ഈ വീഡിയോ അവർക്ക് അയച്ചു കൊടുക്കുകയോ അല്ലെങ്കിൽ നിങ്ങൾ വാക്കാൽ തന്നെ പറയുകയോ ചെയ്യുക. അതേപോലെ തന്നെ മദീനയിൽ ജോലി ചെയ്യുന്ന മലയാളികളും ഇത്തരത്തിൽ നിസ്കരിക്കുന്ന കാഴ്ചകൾ പലപ്പോഴും കണ്ടിട്ടുണ്ട്. ശ്രദ്ധിക്കേണ്ടതാണ്. അസ്സലാമു അലൈക്കും.